ഹായ്, ഞാൻ സ്നേഹ. ഇസൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. അതിൽ കുറേ പേരുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പുകൾ കുറേ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് പറ്റിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന ക്വാളിറ്റീസ് ഉള്ള ആളുകളെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. മാത്രമല്ല, അവരെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാതിരിക്കാം. അപ്പോൾ അത്തരം ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഒരു 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ക്വാളിറ്റീസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, അവർ നിങ്ങളുടെ ജെന്യുവൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആ ആളുകളെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ കൂട്ടുക. ബിക്കോസ് അതുപോലുള്ള ആളുകളെ നമുക്ക് വേറെ കിട്ടണം എന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ ഫേക്ക് ആയിട്ടുള്ളവരും ജെന്യുവൻ ആയിട്ടുള്ള ആളുകളും ഉണ്ട്. ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടുണ്ടാവുക, ജെന്യുവൻ ആയിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. സോ ഈ പറയുന്ന ക്വാളിറ്റീസ് ഉള്ള ആളുകൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകളാണ്. സോ അവരെ ഒരിക്കലും വിട്ടുകളയരുത്. അപ്പം നമ്മുടെ ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പം നമ്മളുടെ കൂടെ ഒരാൾ ഇരിക്കണമെന്ന് വിചാരിക്കുന്നത് ഒക്കെ നോർമലായിട്ട്, ഇപ്പം നമ്മൾ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരുപാട് തമാശകൾ പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ മറ്റുള്ളവർ ഇരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ പോസിറ്റീവ് വൈബ് ആണെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അത് എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അതായത് കുറച്ച് പ്രാവശ്യമൊക്കെ നമ്മളോട് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല നമ്മുടെ കൂടെ ഇരിക്കാനോ ഒന്നിനോ ആയിട്ട്. എന്നാൽ എപ്പോഴും നമ്മളുടെ കൂടെ ഇരിക്കണമെന്നോ സംസാരിക്കണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അവർ അത്രയും പ്രയോറിറ്റി നൽകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ കൂടെ എപ്പോഴും ഇരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവുക. മീൻസ് അവർക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് അവർ നമ്മളുടെ കൂടെ ഇരിക്കാന്ന് പറയുമ്പോൾ അവരുടെ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നൊരു അർത്ഥവും കൂടി അവിടെ ഉണ്ട്. അപ്പൊ സമയം നമുക്ക് തരാൻ കഴിയുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത്രയും ജെന്യുവൻ ആയിട്ടുള്ള, അത്രയും നമ്മളോട് ഇഷ്ടമുള്ള ആളുകളായിരിക്കും. സോ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു ടൈം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ, ആ ഒരാളെന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള ആളുകൾ. എൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ എപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളെ എങ്ങനെയായിരിക്കും? നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളായിരിക്കില്ലേ? നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെക്കുറിച്ച് ഒരാളിങ്ങനെ എപ്പോഴും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾ അത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾക്ക് അത്രയും സ്ഥാനം അവർ തന്നിട്ടുണ്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളും നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും, നമുക്ക് എപ്പോഴും നല്ലത് വരണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന, നിന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്ന, നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കെപ്പോഴും മെസ്സേജ് അയക്കുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളുടെ അടുത്തേക്ക് വരാത്ത, നമ്മളുടെ ആവശ്യങ്ങൾ പറയുമ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരെയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലൈഫിൽ നിങ്ങൾ ബെറ്റർ ആവണം, ഒരു ബെറ്റർ പൊസിഷനിൽ എത്തണം, ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആകണം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ, ഇങ്ങനെയുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം നമ്മുടെ ചുറ്റും കുറേ ആളുകൾ ഉണ്ടായിരിക്കും. ഇതിൽ കൂടുതൽ ആളുകളും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കരുതെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അഥവാ നന്നായിട്ട് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ അസൂയയും ദേഷ്യമുള്ള ആളുകളൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകളും. അപ്പോൾ അതിൽ ആരൊക്കെയാണ് നല്ലതെന്നുള്ളത് നമുക്ക് കുറച്ച് പ്രയാസമാണ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് എപ്പോഴും നീ ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ എത്തണമെന്ന് പറയുന്ന, അങ്ങനെ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളുടെ കൂടെ കട്ടയായിട്ട് പ്രയത്നിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഇതും ഇല്ലാണ്ട് തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റും. ഇവർ നമ്മളെ അത്രയും സ്നേഹിക്കുന്നവരാണെന്നുള്ളത്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ പാരൻസ് ഒക്കെ. നമ്മുടെ പാരൻസ് എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊരു നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പം അവരെ പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ബെറ്റർ ലൈഫുമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് വിശ്വസിക്കാൻ കഴിയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ ഒരു കാര്യം പറയുമ്പോൾ, എപ്പോഴും സത്യം മാത്രം പറയുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളെ കുറച്ച് പ്രയാസമാണ് കണ്ടുപിടിക്കാനായിട്ട്. കാരണം ചെറിയ കള്ളങ്ങളൊക്കെ എല്ലാവരും പറയില്ലേ, അതുകൊണ്ട് കുഞ്ഞു കള്ളങ്ങൾ പറയുന്നതൊന്നും പ്രശ്നമില്ല. എങ്കിലും കൂടുതലും സത്യങ്ങൾ മാത്രം പറയുന്നത്. ഇപ്പം അവർ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും, അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റാണെന്നുണ്ടെങ്കിലും
സത്യമായിട്ട് പറയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇന്നത്തെ കാലത്ത് എപ്പോഴും സത്യം പറയുന്ന ആളുകളൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർ കള്ളങ്ങൾ പറയാൻ യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ മടിയുണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എല്ലാ തെറ്റുകളും മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്ന ആളുകളെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും കൂടെ കൂട്ടാതിരിക്കുക. കാരണം നാളെ ഒരു അവസരത്തിൽ അവരും നിങ്ങൾ മാത്രമാകുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ തലയിലേക്ക് ആ എല്ലാ കുറ്റങ്ങളും കൊണ്ടുവന്നിടാൻ ഇവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെയുള്ളവരെ കൂടെ കൂട്ടരുത്. നേരെ മറിച്ച് സത്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഞാൻ കാരണം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവരൊരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കാത്ത ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സത്യം പറയുന്ന ഒരാളെയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 ക്വാളിറ്റീസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വീണ്ടും പറയുന്നു, അവരെ നിങ്ങൾ വിട്ടുകളയരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ പിടിച്ച് കെട്ടിയിടാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ലൈഫിൽ കുറേ നേട്ടങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ആളുകൾ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരെ എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 ക്വാളിറ്റീസ് ഉള്ള ആളുകൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്